എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ആംഗിൾ മാത്ത്, അതായത് കോൺ കണക്ക്. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ത്രികോണം വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. അതായത് ഇപ്പൊ 3 വശങ്ങളും ഈക്വൽ ആണെങ്കിൽ നാം അതിനെ പറയും ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെ, സമഭുജ ത്രികോണം എന്ന് പറയും. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു സമഭുജ ത്രികോണം എങ്ങനെയാണ് വരയ്ക്കുക എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള അളവുകൾ വ്യത്യസ്ത അളവുകളാണെന്ന് വിചാരിക്കാം. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും വ്യത്യസ്തമാണെങ്കിൽ അത് വെച്ച് എങ്ങനെ ത്രികോണം വരയ്ക്കാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ആംഗിൾ മാത്ത്. അതായത് നമുക്കിപ്പോൾ കോണുകൾ തന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം 3 വശങ്ങൾ ഉണ്ടായിരിക്കും. ത്രികോണത്തിന് 3 കോണുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ 3 വശങ്ങൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ത്രികോണം വരയ്ക്കുന്നതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമുക്ക് കോണുകൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ത്രികോണം വരയ്ക്കാം എന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് 3 കോണളവുകൾ, ഒരു കോണ് 40 ഡിഗ്രി, ഒരു കോണ് 60 ഡിഗ്രി, ഒരു കോൺ നമുക്ക് 80 ഡിഗ്രി, ഇങ്ങനെ നമുക്ക് തന്നിട്ട് ഇത് വെച്ചിട്ട് ഒരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ നാം എങ്ങനെയാണ് ത്രികോണം വരയ്ക്കുക? ഇവിടെ നമുക്ക് വശങ്ങളുടെ അളവുകളൊന്നും തന്നിട്ടില്ല അല്ലെ. അപ്പൊ നാം വരയ്ക്കാൻ പോകുന്ന ത്രികോണത്തിന്റെ ഒരു കോണിന് 40 ഡിഗ്രി ആവണം, ഒരു കോൺ 60 ഡിഗ്രി ആവണം, ഒരു കോൺ 80 ഡിഗ്രി ആവണം അല്ലെ. ഇപ്പൊ ഇതിന് നമുക്ക് നോക്കിയേ, ഈ 80 ഡിഗ്രി തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, ഈ 2 കോണോ നമുക്ക് തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും, മൂന്നാമത്തെ കോൺ 80 ഡിഗ്രി ആയിരിക്കും അല്ലെ. എങ്ങനെയാണ് നമുക്കറിയാം, മൊത്തം അളവ് എത്രയാണ്? ഒരു ത്രികോണത്തിന്റെ മൊത്തം കോണുകളുടെ അളവ് 180 ഡിഗ്രിയാണ്. അപ്പൊ 180ൽ നിന്ന് ഈ 40ഉം 60ഉം കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 80 കിട്ടും അല്ലെ. അതായത് 40ഉം 60ഉം കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് എത്ര കിട്ടും? 80 കിട്ടും അല്ലെ. 180ൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ 80 കിട്ടും. അപ്പൊ നമുക്ക് ഒരു ത്രികോണം വരയ്ക്കണമെങ്കിൽ 3 കോണുകളും വേണ്ട, 2 കോണുകൾ കിട്ടിയാൽ മതി അല്ലെ. അപ്പൊ അത് എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്കിപ്പോ 40 ഡിഗ്രി 60 ഡിഗ്രി വേണം അല്ലെ. അപ്പൊ നമുക്ക് അറിയാം ആദ്യം ഒരു സൈഡ് വേണം അല്ലെ. അപ്പൊ സൈഡിന്റെ നീളം ഇവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു അളവിൽ ആദ്യം ഒരു സൈഡ് വരയ്ക്കാം. അപ്പൊ ഓക്കെ, ഞാനിപ്പോ ആദ്യം സ്കെയിൽ എടുത്തിട്ട് ഒരു അളവ് നമുക്ക് തന്നിട്ടില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ഒരു 6 സെന്റിമീറ്റർ ഞാൻ ഒരു ലൈൻ വരച്ചു. ഓക്കെ, 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ ഞാൻ വരച്ചു. ഇനി എന്ത് വേണം? ഒരു ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കണം അല്ലെ. അതായത് ഇവിടെ നിന്ന് ഒരു ആംഗിൾ നമുക്ക് 40 ഡിഗ്രി വേണം. ഇപ്പൊ നമ്മൾ റഫായിട്ട് ആ ത്രികോണം വരയ്ക്കാമെന്ന് നോക്കിയാൽ ഇതേ രൂപത്തിൽ ത്രികോണം വരയ്ക്കാൻ പോകണം അല്ലെ. വശങ്ങളുണ്ടായിരിക്കും. ഇതിൽ 1 ഡിഗ്രി 40 ആയിരിക്കണം, ഒരു ആംഗിൾ 60 ആയിരിക്കണം അല്ലെ, ഒരു ആംഗിൾ 80 ആയിരിക്കണം അല്ലെ. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതേപോലത്തെ ഫിഗർ വരയ്ക്കാൻ പോകണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം? 40 ഡിഗ്രി ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അളന്ന് എടുക്കണം. പ്രൊട്രാക്ടർ കൃത്യമായിട്ട് ഈ പോയിന്റിൽ വരുന്ന രൂപത്തിൽ, ഈ സെന്റർ പോയിന്റ് ഇതിൽ വരുന്ന രൂപത്തിൽ കൃത്യമായിട്ട് വെച്ചു. കണ്ടില്ലേ? ഇനി ഈ ലൈൻ നോക്കിയാൽ ഇതിൽ കറക്റ്റ് ആയിരിക്കണം. ഈ ലൈൻ നോക്കിയാൽ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, കണ്ടോ 180 ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എത്ര ഡിഗ്രി എടുക്കണം? 40 ഡിഗ്രി. ഓക്കെ, 0 മുതൽ തെറ്റരുത്. 0, 10, 20, 30, 40 അങ്ങനെ എടുക്കണം. അല്ലാതെ ഇവിടെ 180 കാണാം, 180, 170 എന്നൊക്കെ കാണാം. അതല്ല, 0യിൽ നിന്ന് നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി പോകണം. അപ്പൊ 40 ഡിഗ്രിയാണ്. 0, 10, 20, 30, 40 കണ്ടില്ലേ. അപ്പൊ 40 വെച്ച് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ ഞാൻ ഈ പോയിന്റും നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പൊ ഇത്തിരി നീട്ടി വരച്ചു, അത് കുഴപ്പമില്ല, നീട്ടി വരച്ചു. ഓക്കെ, ഇനി നമ്മളിവിടെ 40 ഡിഗ്രി എടുത്തു. 40 ഡിഗ്രി നമ്മൾ എടുത്തു. ഇനി ഇവിടെ നിന്ന് 60 ഡിഗ്രി വേണം അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ എടുത്തിട്ട് 60 ഡിഗ്രി കൃത്യമായിട്ട് മെഷർ ചെയ്യാം. അപ്പൊ ഞാൻ പ്രൊട്രാക്ടർ വെച്ചു, കൃത്യമായിട്ട് പോയിന്റിൽ വെച്ചു. 10, 20, 30 ഇവിടെയും നമ്മൾ 0 മുതൽ 10, 20 അങ്ങനെ കയറി വരുന്ന ആ ഡിഗ്രി എടുത്തിട്ട് 60 ഡിഗ്രി 60 ആയപ്പോൾ നമ്മൾ ആ പോയിന്റിൽ നമ്മളൊരു മാർക്ക് കൊടുത്തു. ഓക്കെ, ഇവിടെയാണ് നമ്മളെ പോയിന്റ് കിട്ടിയത് കണ്ടില്ലേ. ഇനി ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ ഞാൻ ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇത്തിരി നീണ്ടു കിടന്നോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അപ്പൊ ഇത് 40, ഇത് 60. ഇനി ഇത് അളക്കേണ്ട കാര്യമുണ്ടോ? അളക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഇത് 60ഉം ഇത് 40 ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ത്രികോണത്തിലെ മൊത്തം കോണുകളോട് 180 ആണ് അല്ലെ. അപ്പൊ ഇത് 60, ഇത് 40 ആയി കഴിഞ്ഞാൽ 100 ബാക്കി എത്ര ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ മെഷർ ചെയ്യേണ്ട കാര്യമില്ല, ഇത് 50 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നാം ഒരു ത്രികോണം വരയ്ക്കുക. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം എടുത്തത് 6 സെന്റിമീറ്റർ ആണ് അല്ലെ. 6 സെന്റിമീറ്റർ എടുത്താണ് ഞാൻ വരച്ചത്. ഇനി ഒരാൾക്ക് തോന്നി 6 പോരാ, ഒരു 10 സെന്റിമീറ്റർ എടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇതേപോലെ 6ന് പകരം 10 സെന്റിമീറ്റർ എടുക്കാം.
അപ്പോൾ ഞാൻ 10 സെന്റിമീറ്റർ ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി എന്ത് വേണം? നമുക്കിവിടെ നിന്ന് 40 ഡിഗ്രി എടുക്കുക അല്ലെ, നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ. അപ്പൊ ഞാനത് പ്രൊട്രാക്ടർ കൃത്യമായിട്ട് വെച്ചു. ഇതേ 10, 20, 30, 40 അല്ലെ. അപ്പൊ 40 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇത് തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പൊ ഞാൻ ഇത് രണ്ടും കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ചു. ഓക്കെ, ഇപ്പൊ അത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് 60 ഡിഗ്രി ഇവിടെ നിന്ന് മെഷർ ചെയ്തെടുക്കുക അല്ലെ. നമ്മുടെ പ്രൊട്രാക്ടർ കൃത്യമായിട്ട് ആ അറ്റത്ത് വെച്ചു. 10, 20, 30, 40, 50, 60. ഇതാണ് 60ന്റെ പോയിന്റ്. അവിടെ ഞാൻ മാർക്ക് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ് തമ്മിൽ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഞാനത് അതേ ഈ പോയിന്റും കൂട്ടി യോജിപ്പിക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ കുറച്ച് വര ഇവിടെ കുറവ് വന്നു. അപ്പൊ സ്കെയിൽ വെച്ച് അങ്ങോട്ട് നീട്ടി കൊടുക്കുക. അപ്പൊ സ്കെയിൽ വെച്ചിട്ട് അത് അങ്ങോട്ട് കുറച്ചും കൂടി ഇവിടെ നീട്ടി. ഇപ്പൊ എന്ത് കിട്ടി? ഇതേ ത്രികോണത്തിൽ ഇതേ കോണുകൾ തന്നെ നമുക്കിവിടെ 40 ഡിഗ്രി, നാം ഇവിടെ 60 ഡിഗ്രി എടുത്തു. പിന്നെ ഇതെന്തായിരിക്കും? അപ്പോൾ 80 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ. 80 ഡിഗ്രി. ഇവിടെ നമ്മൾ 6ന് പകരം ഇവിടെ എത്രയാണ് എടുത്തത്? 10 സെന്റിമീറ്റർ എടുത്തു. അപ്പൊ നമ്മൾ ഇതേ കോണുകളുള്ള ഒരു ത്രികോണം 2 തരത്തിൽ വരച്ചു അല്ലെ. ഇനി വേണമെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? 10ന് പകരം 15 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാം. അപ്പൊ ഇതിനേലും വലിപ്പമുള്ള ഒരു ത്രികോണം കിട്ടും അല്ലെ. പക്ഷെ ഇതിന്റെ കോണളവുകളൊക്കെ എത്രയായിരിക്കും? ഇതിന്റെ ചെരിവുകളൊക്കെ കണ്ടില്ലേ? അതൊക്കെ ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ കോണുകൾ ഒരേ അളവായിരിക്കും. പക്ഷെ ഇതിന്റെ വലിപ്പം കൂട്ടിയും കുറച്ചും നമുക്ക് വരയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കിയേ, ഒരൊറ്റ ത്രികോണം വരയ്ക്കാൻ പാടുള്ളൂ. അതായത് ഈ അളവുകൾ വെച്ചിട്ട് നമുക്കിവിടെ കുറെ ത്രികോണങ്ങൾ വരയ്ക്കാം അല്ലെ. കുറച്ചും കൂട്ടിയൊക്കെ വരയ്ക്കാൻ പറ്റും വശങ്ങളുടെ നീളം. അതിന് പകരം നമുക്ക് ഒരൊറ്റ ത്രികോണം വരയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഏതെങ്കിലും ഇവിടെ നമ്മൾ വശങ്ങൾ നീളം മാറ്റി മാറ്റി കൊടുത്തു അല്ലേ. കാരണം എന്താ? ഇവിടെ നമ്മൾ വശങ്ങൾ നീളം അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വശങ്ങൾ കൊടുക്കാം. പക്ഷേ നമുക്ക് ഒരൊറ്റ ത്രികോണം മതി എന്നുണ്ടെങ്കിൽ നാം എന്ത് വേണം? ഇവിടെ നമുക്ക് അവരെന്ത് ചെയ്യണം? ഒരു വശത്തിന്റെ നീളം നമുക്ക് തരണം. അപ്പൊ ഒരു വശത്തിന്റെ നീളം നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരൊറ്റ ത്രികോണേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ പല പല വലിപ്പത്തിലെ ത്രികോണങ്ങൾ വരയ്ക്കാൻ നമുക്ക് പറ്റില്ല. അതായത് ഈ ചോദ്യം തന്നെ ഇത് തന്നെ കോണുകൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആയിരിക്കണം. ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ ആയിരിക്കണം. പിന്നെയോ കോണിന്റെ അളവ് 40 ഡിഗ്രി, 60 ഡിഗ്രി ഇങ്ങനെയാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുള്ളൂ? ഇതേപോലെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ 10 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു ആദ്യം. അതിനുശേഷം 40 ഡിഗ്രി എടുത്തു, 60 ഡിഗ്രി എടുത്തു അല്ലെ. അപ്പൊ നമുക്ക് ഈ ത്രികോണെ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇത് 6 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 20. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ കോണുകൾ വെച്ച് നമുക്ക് ഒരൊറ്റ ത്രികോണം മാത്രമേ വരയ്ക്കാൻ പറ്റൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ത്രികോണത്തെ ഒന്ന് മറിച്ച് വരയ്ക്കാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. ഇപ്പൊ അതായത് നോക്കി 10 സെന്റിമീറ്റർ തന്നെ ഞാൻ ഇങ്ങനെ എടുത്തു. 10 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ നമ്മൾ 40 കൊടുത്തതിന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? 60 ഡിഗ്രി കൊടുക്കുക. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു മറിച്ച് നമുക്ക് കൊടുക്കാം. അതായത് ഇപ്പൊ ഇവിടെ 40 അല്ല ഈ അറ്റത്ത്, അതിന് പകരം എന്താ ചെയ്യാം? നമുക്ക് ഈ അറ്റത്ത് 60 ആക്കാം. അപ്പൊ എന്തോ ചെയ്യാം? അപ്പൊ നമുക്ക് 60 ഡിഗ്രി ഇങ്ങനെ വരച്ചു. നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു? 40 ഡിഗ്രി നമ്മൾ ഇപ്പുറത്ത് വരയ്ക്കുന്നു. അപ്പൊ ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായ? അപ്പൊ രണ്ടും ഒരേ ത്രികോണങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നു എന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇത് നമ്മൾ പേപ്പറിൽ വെട്ടി എടുത്തും കയറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ മടക്കി ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ ഇരിക്കും അല്ലേ. അപ്പൊ ഇവിടെ ത്രികോണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ എന്താണ്? നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നേ വ്യത്യാസമുള്ളൂ. അതായത് നമുക്ക് ഈ അളവ് വെച്ചിട്ട് ഒരൊറ്റ ത്രികോണമേ നമുക്ക് വരയ്ക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ഈ ത്രികോണം നമ്മൾ വരച്ചു അല്ലെ. ഇതിന്റെ ഇതേപോലത്തെ അതായത് ഇതേ കോണളവുള്ള കുറെ ത്രികോണങ്ങൾ വരയ്ക്കണം എന്ന് വിചാരിക്കാം. ഈ ത്രികോണം 40, 60, 80 അല്ലെ 10 സെന്റിമീറ്റർ നമ്മൾ ഇങ്ങനെ വരച്ചു. ഇനി ഇതിന് ഇതേ കോണളവുള്ള കുറെ ത്രികോണങ്ങൾ വരയ്ക്കണം. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ ഇതേ അളവുകൾ ഇതേ കോണളവുകളുള്ള ഇതിന്റെ ഒരു ചെറിയ ത്രികോണം വരയ്ക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഞാൻ 10 സെന്റിമീറ്റർ പകരം എത്ര എടുത്തു? ഞാനൊരു 8 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു 8 സെന്റിമീറ്റർ എടുക്കുന്നു. ഓക്കെ, ഞാനതാ ഒരു 8 സെന്റിമീറ്റർ എടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇനി ഞാൻ ഇതേപോലത്തെ ഇവിടെ 40 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് 40 ഡിഗ്രി 10, 20, 30, 40 അല്ലെ. അപ്പൊ 40 ഡിഗ്രി ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി അവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു. ഞങ്ങൾക്ക് കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, ഇനി എന്ത് വേണം? ഞാൻ ഇവിടെ നിന്ന് 60 ഡിഗ്രിയിൽ മെഷർ ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കണം അല്ലേ. അപ്പൊ ഞാൻ പ്രൊട്രാക്ടർ വെച്ചു. 10, 20, 30, 40, 50, 60 ഇവിടെ നമുക്ക് പോയിന്റ് കിട്ടി.
ഓക്കെ, ഇനി ഈ പോയിന്റും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു. ഞാൻ അത് യോജിപ്പിച്ചു. ഓക്കെ, ഇവിടെ 10 എടുത്തു, ഇവിടെ ഞാൻ എത്ര സെന്റിമീറ്റർ എടുത്തു? 8 സെന്റിമീറ്റർ എടുത്തു അല്ലേ? ഓക്കെ, ആംഗിൾ ഒക്കെ സെയിം തന്നെ. ഇവിടെ 40 ഡിഗ്രി എടുത്തു, ഇവിടെ 60 ഡിഗ്രി എടുത്തു. ഇവിടെ നമ്മൾ ഇവിടെയും പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ആംഗിൾ മെഷർ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വരച്ചത് അല്ലേ? ഇതിന് പകരം നമ്മൾ നോക്കിയേ, ഇവിടെ ഒരു ആദ്യത്തെ ത്രികോണത്തിന്റെ ഈ ഒരു വശം അല്ലേ, നാം രണ്ടാമത് വരച്ച ത്രികോണത്തിന്റെ ഈ ഒരു വശം, ഇത് രണ്ടും എന്താണ്? പാരലൈനുകളാണ് അല്ലെ? രണ്ടും സമാന്തര വരകളാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഈ വരയും കൂട്ടിമുട്ടില്ലല്ലേ, ഒരേപോലെ പോണ്, സമാന്തര വരകളാണ്. ഇനിയും ഇതിന്റെ ഇപ്പുറത്തെ വശം നോക്കിയാൽ ഈ ത്രികോണത്തിന്റെ ഈ വശവും ഈ നമ്മളിപ്പോ വരച്ച ത്രികോണത്തിന്റെ ഈ വശം നോക്കിയാൽ ഇതും സമാന്തരമാണ് അല്ലെ? അപ്പൊ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു ത്രികോണത്തിന്റെ കോണുകൾ, ഒരേ കോണുകളിൽ നമുക്ക് കുറെ ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ നാം എന്ത് ചെയ്താൽ മതി? ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കോണുകൾ അളന്ന് നോക്കേണ്ട കാര്യമില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? ഈ വശത്തിന് പാരലായിട്ട് നമ്മൾ ഒരു വരങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ ആംഗിൾ തന്നെ ഇവിടെയും കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് പ്രൊട്രാക്ടറിന്റെ ആവശ്യമില്ല. ഇതിന് പാരലായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വര വരയ്ക്കാം. അതേപോലെ ഇതിന് പാരലായിട്ട് കൊണ്ട് ഇവിടെ നിന്നൊരു വര വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ത്രികോണങ്ങളും ഇതേ രൂപത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ അതേ രൂപത്തിലുള്ള ഒരു പടം, ഒരു ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 55 കാണാം അല്ലെ? ഒരു മനോഹരമായ ഒരു ചിത്രം കാണാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? ഇതാണ് ആ ചിത്രം. അപ്പൊ ഇത് നോക്കിയാൽ വളരെ ഭംഗിയുള്ളൊരു ചിത്രം അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞ രൂപത്തിൽ വരച്ചൊരു ചിത്രമാണ്. അപ്പൊ ക്യാൻ യു ഡ്രോ ദി ട്രയാങ്കിൾ ഷോൺ ബിലോ? അപ്പൊ നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഇനി വരച്ചു തുടങ്ങാം അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് ഈ ത്രികോണം വരയ്ക്കാം. അപ്പൊ ഈ ത്രികോണത്തിന്റെ ഈ ആംഗിൾ എത്രയാണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഈ ആംഗിൾ ഒരു 50 ഡിഗ്രി ഉണ്ട് അല്ലെ? ഇനി ഈ ആംഗിളോ 70 ഡിഗ്രി അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു 50ഉം 70ഉം ഡിഗ്രി. അപ്പൊ ഈ നീളം നമുക്കൊരു 5ഓ 6ഓ സെന്റിമീറ്റർ എടുത്തിട്ട് വരച്ചിട്ട് ഇവിടെ നമുക്ക് ആദ്യം ഈ ത്രികോണം ഒന്ന് വരയ്ക്കാം. അപ്പൊ ഞാനത് 6 സെന്റിമീറ്റർ എടുത്തു. 6 സെന്റിമീറ്റർ ഞാൻ ആദ്യം ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് നാം നേരത്തെ പറഞ്ഞു ഒരു 50 ഡിഗ്രി എടുക്കാം അല്ലെ? 50 ഡിഗ്രി എടുക്കാം. ഓക്കെ, 50 ഡിഗ്രി എടുത്തു. ഞാൻ അത് പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, അത് കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് ഒരു 70 ഡിഗ്രി എടുക്കാം അല്ലെ? അപ്പൊ 70 ഡിഗ്രി ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അത് കൂട്ടി യോജിപ്പിച്ചു. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ത്രികോണം നമ്മൾ വരച്ചു അല്ലെ? ഇനി നമുക്ക് ഇത്രയും ത്രികോണങ്ങൾ വരയ്ക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാൻ, നമുക്ക് ഈ വര അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ആ വരകൾ കുറച്ചങ്ങോട്ട് അധികം നീട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ ത്രികോണത്തിന്റെ ഈ പോയിന്റും ഈ അറ്റവും തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം. ഈ അറ്റവും ഈ പോയിന്റും തമ്മിൽ കൂട്ടി ഞാൻ അങ്ങോട്ട് യോജിപ്പിച്ചു. ഇനി നമുക്ക് എന്ത് വേണം? ഈ പോയിന്റിൽ നിന്ന് ഇതിന് പാരലായിട്ട് കൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം അല്ലെ? ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ ഇതിന് പാരലായിക്കൊണ്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം. ഇതേപോലെ വരച്ചങ്ങോട്ട് പോവാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നില്ല, ഇതിന് പാരലായിട്ട് വരയ്ക്കുന്നു. എവിടെ നിന്ന്? ഈ പോയിന്റിൽ നിന്ന് ഇതിന് പാരലായിട്ട് നമ്മൾ വരയ്ക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ കൊണ്ട് വരയ്ക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നോക്കിയാൽ സെറ്റ് സ്ക്വയറിനെ അല്ലേ, ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയ, അതായത് ഇവിടെ ലംബമായ 2 വശങ്ങളുണ്ട് കേട്ടോ. മറ്റേതൊക്കെ നോക്കിയാൽ ഇങ്ങനത്തെ വശങ്ങളുണ്ട്, കൂർത്ത വശങ്ങൾ അല്ലെ? ഇവിടെ 90 ഡിഗ്രിയുള്ള വശം. അപ്പൊ ഈ വശം, ഒരു വശം നമുക്ക് ഏതിനാണോ പാരൽ വരയ്ക്കേണ്ടത് അതുമ്മൾക്ക് കറക്റ്റ് ആയിട്ട് വെക്കാം. ഈ വശത്തിൽ നമ്മൾ എന്ത് ചെയ്യും? സ്കെയിൽ വെക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന് പാരലാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ഈ ലംബമായ ഒരു വശം ഞാൻ ഇങ്ങനെ വെച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വെക്കൽ തെറ്റിക്കഴിഞ്ഞാലൊക്കെ തെറ്റും. കണ്ടില്ലേ? അപ്പൊ ഇത് കറക്റ്റ് ലംബമായിട്ട് വെച്ചു. ഇനി ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതിന് സ്കെയിൽ വെക്കാം. അപ്പൊ സ്കെയിൽ വെക്കുമ്പോൾ നമ്മൾ ഈ വശത്തിനോട് ചേർന്ന് വെക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഈ വശത്തിനോട് അപ്പൊ സ്കെയിൽ കൃത്യമായിട്ട് യോജിപ്പിച്ച് വെച്ചു. കണ്ടില്ലേ? ഇനി നമ്മൾ സ്കെയിൽ ഇങ്ങനെ അമർത്തി പിടിക്കുക. അതിനുശേഷം ഇതിങ്ങനെ നീക്കി കൊടുക്കാം. കണ്ടില്ലേ? നമുക്കിത് സ്കെയിൽ അനങ്ങരുത്, സ്കെയിൽ അമർത്തി പിടിച്ചിട്ട് ഇത് പതുക്കെ ഇങ്ങനെ നീക്കി കൊടുക്കാം. ഇനി നമുക്ക് നോക്കിയാൽ നമ്മൾ ഇവിടെ എത്തി. നമുക്ക് ഈ പോയിന്റിൽ നിന്നാണ് നമുക്ക് വരയ്ക്കേണ്ടത് അല്ലേ? ഈ പോയിന്റ്. അപ്പൊ അതുവരെ കൃത്യമായിട്ട് പതുക്കെ നീക്കി കൊടുത്തു. ആ പോയിന്റ് കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയാൽ നമ്മുടെ കറക്റ്റ് പോയിന്റ് എത്തിയില്ലേ? അപ്പൊ നമ്മൾ ഇതിനൊരു പാരൽ ലൈൻ വരച്ചു. ഇപ്പൊ കണ്ടില്ലേ? അപ്പൊ ഇതിന് നമ്മൾ പാരൽ ലൈൻ വരച്ചു. ഇനി നമുക്ക് എന്ത് വേണം? ഈ പോയിന്റിൽ നിന്ന് ഈ വരയ്ക്ക് പാരൽ ലൈൻ വരയ്ക്കണം. ഈ വരയ്ക്ക് കണ്ടില്ലേ? ഈ വരയ്ക്ക് ഒരു പാരൽ ലൈൻ ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയറിന്റെ പെർപെൻഡിക്കുലറായ വശം ഇവിടെ വെക്കുക. ഇനി ഇവിടെയാണ് നമ്മൾ സ്കെയിൽ വെക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, ഈ വശത്തിന് പെർപെൻഡിക്കുലർ കറക്റ്റ് ആയിട്ട് ഞാൻ ഇത് വെച്ചു, സെറ്റ് സ്ക്വയർ വെച്ചു. ഞാൻ എന്ത് ചെയ്യും? സ്കെയിൽ ഇതിനോട് ചേർത്ത് വെച്ചു. കണ്ടില്ലേ?
സ്കെയിൽ ഈ വശത്തോട് ചേർത്ത് വെച്ചു. ഇനി പതുക്കെ നമുക്ക് ഇതിനങ്ങോട്ട് നീക്കി കൊടുക്കാം. നമുക്ക് ആവശ്യമായ പോയിന്റ് എത്തുമ്പോൾ കൃത്യമായിട്ട് ആ പോയിന്റ് എത്തുമ്പോൾ അതിൻ്റെ എത്തിയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ആ പോയിന്റ് എത്തി, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്ന് അല്ലേ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് വെച്ചു അല്ലേ. ഇത് ഞാൻ പതുക്കെ ഇത് സെറ്റ് സ്ക്വയർ നീക്കി കൊടുക്കുന്നു. നമുക്ക് ആവശ്യമായ പോയിന്റ് എത്തി അല്ലേ, എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി അതുപോലെ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇതിന് പാരലായിട്ട് ഇങ്ങനെ വരയ്ക്കാം. കണ്ടില്ലേ, ഇതേ സെറ്റ് സ്ക്വയർ അതേ വശം കൃത്യമായിട്ട് വെച്ചു. ഇനി ഇതേ സ്കെയിൽ അമർത്തി പിടിച്ചു. ഞാൻ ഇങ്ങനെ നീക്കിക്കൊണ്ടിരുന്ന് ഇതേ ആ പോയിന്റ് എത്തി അല്ലേ, ആ പോയിന്റ് എത്തിയില്ലേ. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാരൽ അല്ലേ, ഇതിന് പാരൽ ഇങ്ങോട്ട് വരയ്ക്കാം. ഇതേ കറക്റ്റായിട്ട് വെച്ചു. ഇതേ ഇങ്ങനെ പോകുന്നു, നീങ്ങുന്നു, അവിടെ എത്തി അല്ലേ, അവിടെ എത്തി വരച്ചു. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കും, ഇതൊരു പാരൽ വരയ്ക്കണം അല്ലേ. ഇതേ പോയിന്റായി ഇതേ വരച്ചു. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരയ്ക്കാം. ഇതിന് പാരലായിട്ട് വെച്ചു അല്ലേ. ഇനി ഇതേ സ്കെയിൽ നീക്കാണ്, നമ്മുടെ പോയിന്റ് ആയിട്ടില്ല, ആയി. ഇതേ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, നമ്മുടെ പോയിന്റായി ഇതേ ഇങ്ങോട്ട് വരച്ചു. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഇപ്പോൾ ഇതിന് കറക്റ്റായിട്ട് പാരൽ വെച്ചല്ലേ. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അതിന് വരച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, കണ്ടില്ലേ, ഇതിന് പാരലായിട്ട് വെച്ചു. ഇതേ പതുക്കെ നീക്കി കൊടുക്കുന്നു. ആ പോയിന്റ് ആയി ഇല്ലേ, ആയില്ല ഇല്ലേ, കുറച്ച് കൂടിപ്പോയി. ഓക്കെ, ആ പോയിന്റായി. ഇനി അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്നല്ലേ, അപ്പോൾ നീക്കി സെറ്റ് സ്ക്വയർ നീക്കി. ഓക്കെ, വരച്ചു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഇതേ പതുക്കെ നീക്കി കൊടുക്കുന്നു. നമ്മുടെ ആ പോയിന്റ് ആയി. എന്ത് ചെയ്യാം, കൂട്ടി യോജിപ്പിച്ചു. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ആംഗിളുകൾ പിന്നെ ഒരൊറ്റ പ്രാവശ്യം മെഷർ ചെയ്തു അല്ലേ. അതിനുശേഷം എന്ത് ചെയ്തു, ബാക്കി ഇതിന് ഓരോ സൈഡിലും നമ്മൾ പാരൽ ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ ട്രയാങ്കിൾ ഉണ്ടാക്കി. ക്ലിയർ ആയല്ലോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ സെറ്റ് സ്ക്വയറിന് പെർപെൻഡിക്കുലർ ആയ രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏതിനാണോ പാരൽ വരയ്ക്കേണ്ടത്, അപ്പോൾ ആ വശം നമുക്ക് ഇത് ഒരു സൈഡ് വെക്കണം. മനസ്സിലായില്ലേ. ഇപ്പം ഇതിന് പാരൽ വെക്കാന്ന് വെച്ചാൽ ഇതാണ് ഒരു സൈഡ് വരാം, ഇവിടെ നമ്മൾ സ്കെയിൽ വെക്കാം. മനസ്സിലായില്ലേ. അതല്ലെങ്കിൽ തിരിച്ചു വെക്കുക, ഇവിടെ നമ്മൾ സ്കെയിൽ വെക്കുക, ഇവിടെ നമ്മൾ ഇപ്പം ഈ രണ്ട് സൈഡുകളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. അത് മറക്കരുത്, ഈ സൈഡ് എടുക്കരുത്. ക്ലിയർ ആയില്ലേ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് ഞാനിപ്പോൾ കളറൊന്നും അടിക്കുന്നില്ല, നിങ്ങളൊരു പണിയുക, നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ ഇതേ രീതിയിലുള്ള കളർ ഇങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നല്ല ഭംഗിയുള്ളൊരു ഫിഗർ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.